തന്റെ മണ്ഡലമായ തൃത്താലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ സഹകരണത്തോടെ നടപ്പാക്കിയതെന്ന് തദ്ദേശ ഭരണ മന്ത്രി എം.പി. രാജേഷ്. കണ്ണൂരിൽ ഇംപാക്ട് കേരള പദ്ധതിയുടെ ഭാഗമായും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. താരതമ്യേന പിന്നാക്കം നിന്നിരുന്ന തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ വികസനത്തിന്റെ വിസ്മയം തീർക്കാൻ സഹായിച്ചത് കിഫ്ബിയാണ് എന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട്. കിഫ്ബി അപ്രായോഗികമാണെന്നും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നും ആകാശകുസുമമാണെന്നും എല്ലാം പറഞ്ഞ് കിഫ്ബിയെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലം അവസാനിച്ച് കിഫ്ബിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതുപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി വമ്പിച്ച മാറ്റങ്ങളാണ് തൃത്താലയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതിയ വൻകിട പദ്ധതികൾ മുഴുവൻ കിഫ്ബി ഉപയോഗിച്ച് നമുക്കിപ്പോൾ തൃത്താലയിൽ സാധ്യമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 118 കോടി രൂപ ചെലവിൽ റെക്കോർഡ് വേഗത്തിൽ ബ്രിഡ്ജിൻ്റെ പണി, പാലത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. റെഗുലേറ്ററിൻ്റെയും പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനി അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി വരുന്നതോടുകൂടി കുമ്പിടിയുടെ മുഖച്ഛായ തന്നെ മാറുന്ന, തൃത്താലയുടെ മുഖച്ഛായ മാറുന്ന വൻകിട പദ്ധതിയായിട്ട് ഇത് മാറും. അതിന് ഒരു കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാവും. അതിന് സഹായകരമായത് കിഫ്ബിയാണ്. അതുപോലെ കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടി 128 കോടി രൂപ ചെലവിൽ ആണ് നവീകരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തുക, പ്രാഥമികമായിട്ടുള്ള തുക 10.5 കോടി രൂപ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതും തൃത്താലയുടെ മുഖച്ഛായ മാറ്റുന്ന വൻകിട പദ്ധതിയായിരിക്കും. വളരെ വിശാലമായിട്ടുള്ള റോഡ് ആയിട്ടത് മാറും. സുശീലപ്പടി കരിയന്നൂർ മേൽപ്പാലം 4.5 പതിറ്റാണ്ടിൻ്റെ 45 കൊല്ലത്തെ പഴക്കമുള്ള ആവശ്യമാണ്. കിഫ്ബി ഉപയോഗിച്ചതോടുകൂടിയാണ് ഈ സുശീലപ്പടി കരിയന്നൂർ മേൽപ്പാലത്തിന് ഇപ്പോൾ വഴി തെളിഞ്ഞത്. 40 കോടി രൂപ ഇതിന് മന്ത്രിസഭ 40 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകി. അവിടെയും സ്ഥലമേറ്റെടുപ്പിൻ്റെ പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂറ്റനാട് ടൗൺ, തൃത്താലയുടെ ഹൃദയഭാഗമാണ് കൂറ്റനാട് ടൗൺ. കൂറ്റനാട് ടൗൺ നവീകരണത്തിനുള്ള 13.29 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴിയാണ് നടപ്പാവുന്നത്. സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ 6 സ്കൂളുകൾക്ക് 3.90 കോടി രൂപ വീതം തൃത്താല മണ്ഡലത്തിൽ ലഭിക്കുകയുണ്ടായി. അതിൽ ഒരെണ്ണം പൂർത്തിയായി, 5 ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാവും, അവസാന ഘട്ടത്തിലാണ്. ഒരു സ്കൂളിന് 1 കോടിയും 2 സ്കൂളുകൾക്ക് 1.30 കോടി കിഫ്ബി ഫണ്ടിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ എല്ലാം ചേർത്താൽ കിഫ്ബിയിൽ നിന്ന് മാത്രം തൃത്താല മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്ക് ലഭിച്ചത് 423.29 കോടി രൂപയാണ്. തൃത്താലയുടെ മുഖച്ഛായ മാറ്റുന്നതിൽ കിഫ്ബി വഹിക്കുന്ന പങ്ക് വളരെ വളരെ അഭിമാനകരമാണ്. കിഫ്ബി അപ്രായോഗികമാണ് എന്ന് പ്രചരിപ്പിച്ച് കിഫ്ബിയെ അകറ്റി നിർത്തി വികസന വരൾച്ച സൃഷ്ടിച്ചതിനുള്ള മറുപടി കൂടി ഇപ്പോൾ കിഫ്ബിയിലൂടെ തൃത്താല കാണുകയാണ്. കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള സംവിധാനമാണ് കിഫ്ബി. കിഫ്ബി എന്ന നൂതന ആശയത്തെ വികസിപ്പിച്ച് വലിയ മാറ്റമാണ് കേരളത്തിലാകെ ഉണ്ടാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ കിഫ്ബി പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇംപാക്ട് കേരള എന്ന ഏജൻസി തന്നെ പ്രവർത്തിക്കുന്നു. ഇംപാക്ട് കേരളയുടെ ആഭിമുഖ്യത്തിൽ പൊതു ഉപയോഗത്തിനുള്ള അനേകം പദ്ധതികളാണ്, വൻകിട പദ്ധതികളാണ് കിഫ്ബി വഴി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് ശുചിത്വത്തിനുള്ള ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ആധുനികമായിട്ടുള്ള അറവുശാലകൾ, ഗ്യാസ് ശ്മശാനങ്ങൾ, അതിനു പുറമെ മുനിസിപ്പൽ ഓഫീസുകൾ എന്നിവയെല്ലാം കിഫ്ബി ധനസഹായം ഉപയോഗിച്ച് ഇംപാക്ട് കേരള നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒന്ന് ഇപ്പോൾ ചേർത്തലയിൽ കിഫ്ബി ധനസഹായത്തോടുകൂടി ഇംപാക്ട് കേരള പൂർത്തിയാക്കിയ FSTP ആണ്. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ
FSTP ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ചേർത്തലയിലേത്. 7.83 കോടി രൂപയ്ക്കാണ് അത് പൂർത്തിയാക്കിയത്. അതിനു പുറമെ മയ്യനാട്, വർക്കല, ഒറ്റപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 20.92 കോടി രൂപയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ്, ദ്രവമാലിന്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 37.67 കോടി രൂപ ചെലവിലാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഗംഭീരമായിട്ടുള്ള ഓഫീസ് കിഫ്ബി ധനസഹായത്തോടു കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് ആധുനിക മാർക്കറ്റ് നിർമ്മിക്കുന്നത് 28 കോടി രൂപ സഹായത്തോടു കൂടിയിട്ടാണ്. ഇതിനെല്ലാം പുറമെ 8 ആധുനിക അറവുശാലകളും 18 ഗ്യാസ് ശ്മശാനങ്ങളും കിഫ്ബി ഫണ്ടിങ്ങോടുകൂടി ഇമ്പാക്ട് കേരള നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.